ചേട്ടാ പണ്ടാറടങ്ങും പരോപകാരി വരുന്നുണ്ട്. നീ വിളിക്കണട്ടാ ഉപദ്രവവും പണ്ടാരവും. അവൻ്റെ അടുത്ത് ഇങ്ങനെ പോവാൻ പറയാ. പണ്ടാറടങ്ങിട്ട് ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടിട്ട് ജിമ്മിൽ പോയതാ. ആ നാറി അവിടെയും വന്നിക്കുക അവന് വണ്ണം വെക്കാൻ വേണ്ടിട്ട്. ഇവിടെ ആണെങ്കിൽ വെയിറ്റ് ഇട്ട് മുക്കിയടിക്കുക പറയാണ്ട് വന്നിട്ട് ജാതി സപ്പോർട്ടിങ്. എനിക്ക് വലുതാവോടെ എൻ്റെ അളിയാ. ഞാൻ ആ പരിപാടി നിർത്തി ആ ഭാഗത്തേക്കല്ലേ എന്നെ പറഞ്ഞു ഉപദ്രവം പണ്ടാറടങ്ങിട്ട്. ഞാൻ കൊളസ്ട്രോൾ പറയാൻ വേണ്ടി രാവിലെ നടക്കാറുണ്ട് ഇഷ്ടാ. അപ്പൊ ഈ തെണ്ടി വണ്ടി കൊണ്ടുവരും. ചേട്ടാ നല്ല വെയിലാ നടക്കണ്ട, ഞാൻ ലിഫ്റ്റ് തരാം വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. എന്നിട്ട് പോണ വഴിക്ക് ആ സാമിലാണ് ഒരു ചായ 2 പരിപ്പടി കാണിച്ചു തരും. ഇപ്പൊ കൊളസ്ട്രോൾ കൂടി പ്രഷറും കൂടി എല്ലാം ഉണ്ട്. വീട്ടിൽ നിന്ന് ഗുളിക കഴിക്കുക. അത് ഉപദ്രവാടാ. ഒന്നും പറയണ്ടപ്പാ. 80 വയസ്സുള്ള പാരിതള്ളിയില്ലേ വീട്ടില് വെറുതെ ചടഞ്ഞുകൂടിയിരിക്കാൻ. ഞാൻ പറഞ്ഞു എന്തിനിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കണ, വീട്ടിൽ വെറുതെ ഇരുന്ന രോഗം വരുള്ളൂന്ന്. എന്നിട്ട് ഞാനൊന്ന് ഊഞ്ഞാലാട്ടിയിടോ, നല്ല അമർത്തി ഒരു ആട്ടിലാട്ടിയതാ. കയറ് പൊട്ടിയതാണോ അത് കെട്ടാണ്ടോണെന്ന് അറിയില്ല. അമ്മമ്മ വീണു. ഇപ്പൊ തണ്ടല്ലോ ഒടിഞ്ഞിടോ. ഡിസ്പ്ലേയില് റബ്ബർ പാന്റ് ചുറ്റി വെച്ച പോലെ ഇരിക്കുക. മര്യാദക്ക് നടന്നു മുറുക്കാൻ വെക്കണ അമ്മ എന്നെ കിടത്തിയില്ല നീ. ഞാനല്ലടാ മരല്ലേ. ആ തളിവീട്ടില് പോലെ ഉണ്ടായിരുന്ന അമ്മാമനെ പുകലിച്ചുട്ട് പോലെ ആക്കിയില്ലേ നീ. നീ എന്നിട്ട് ഗൾഫ് സതീശിനെ ഡലമുണ്ടാക്കണ അത് പറഞ്ഞപ്പോഴേ അറിയാണ്ട് പോലെ ആളെ സഹായിക്കല്ലേട്ടാ. ആള് പുതുപുത്തൻ കാറ് വാങ്ങിട്ടേ വെയിലത്തോണ്ടിരിക്കാൻ. ഞാൻ പറഞ്ഞ ചാവി കിടന്നേ, ഞാൻ തള്ളത്തോണ്ടിടാന്ന് പറഞ്ഞു. തെങ്ങ് കണ്ടില്ലടോ, 2 തെങ്ങ് അടുപ്പിച്ച് വീണ് ഗ്ലാസ് അങ്ങോട്ട് കൂട്ടി. ഈ അണ്ണാൻകുട്ടി തട്ടിട്ട് ഞാൻ തുടിച്ച് എന്റെ മക്കിട്ട് കയറാന്നാള്. ചേട്ടാ ഈ ഹൃദയൻ ഇവനെ ഞാൻ ഉപകാരം ചെയ്തിട്ടില്ലല്ലോ. എന്താ പന ഈ അടിച്ച ചേട്ടൻ കാളത്തോടാണ് ബൈക്ക് ആക്സിഡന്റിൽ ഹോസ്പിറ്റലിലാക്കിയില്ലേ? അതെന്റെ ചേട്ടനാ. എന്താ അയാൾക്ക്? ചേട്ടൻ മരിച്ചു. ചേട്ടനല്ല ഓട്ടോറിക്ഷയിൽ കയറ്റിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച ചേട്ടൻ. അതെ. ചേട്ടന്റെ റിപ്സ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഓട്ടോറിക്ഷയിൽ കുത്തി കയറ്റിയപ്പോ ഈ ഒടിഞ്ഞ റിപ്സ് ലങ്സിൽ കയറിയതാണ് കൂടുതൽ കോംപ്ലിക്കേഷൻ ഡോക്ടർമാർ പറഞ്ഞത്. വെറുതെ ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോ ആരും എടുക്കാത്ത മനസ്സിലായ. ഇതുപോലെ മെക്കറ്റിക്ക് വന്ന് പറയും ഉപകാരം ചെയ്താൽ ഇപ്പൊ ഉപദ്രവാ. അല്ല ചേട്ടനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഈ അപകട സമയത്ത് ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ച ചേട്ടൻ്റെ നല്ല മനസ്സാ. ആംബുലൻസ് ഒക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരില്ലേ. ഈ അപകടം പറ്റിയവരെ ഓട്ടോറിക്ഷയിലും കാറിലൊക്കെ കൊണ്ടുപോകാണ്ടിരിക്കണ നല്ലത്. ഈ ഇവരെ നമ്മൾ എടുക്കണേലും കിടത്തണേലൊക്കെ ഒരു രീതി ഉണ്ട് ചേട്ടാ. നീ അധികം എന്നെ രീതി പഠിപ്പിക്കണ്ട. ഞാൻ ഇനി ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകില്ല. കൊലക്കുറ്റ എന്റെ തലേക്ക് ഇടാൻ വന്നിക്കുക. മതി പൊക്കോ നീ.